ഇതിന് എത്ര നാൾ മുമ്പായിരുന്നു അപേക്ഷ കൊടുത്ത വീട് പണിയുടെ ഇതിന്? അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായതോ. ഞാനൊരു 14 വർഷം മുമ്പ് തൊട്ട് കൊടുത്ത് ഇപ്പം കിട്ടിയത്. കാത്തിരിക്കുവോ വർഷങ്ങളായിട്ട്? കാത്തിരിക്കുക. നമ്മൾ സ്വർണം പണയം വെച്ച് ആൾക്കാരുടെ വായ്പ മേടിച്ച് ലോൺ എടുത്തുമൊക്കെയാണ് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്നത്. ഓ, അപ്പൊ ഈ സർക്കാരിന്റെ ഇത് പറയുന്നത് വീട് പണിയാളോ ഫുൾ പൈസയും തരൂന്നല്ലേ പറഞ്ഞത്? പൈസ കിട്ടുകയല്ല. 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊന്നും ആകുകയല്ല. അത്ര സഹായം. അതിന് വീടിന് പൈസ കിട്ടുന്നില്ലല്ലോ. ഏത് സർക്കാരിന്റെ? മോദി സർക്കാർ. എന്ത് പദ്ധതിയുടെ ഭാഗമായിട്ടാ വീടിന് പൈസ കിട്ടൂന്ന് പറഞ്ഞേ? PMAY പദ്ധതി പ്രകാരം BPL കുടുംബാംഗമായ അതും വിധവകൾക്ക് മുൻഗണനയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാരണമാണ് പോയത്. അപ്പം ആദ്യം ഒരു 48,000 രൂപ കിട്ടി. അത് പിന്നെ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ വീട് പണി തുടങ്ങി വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് നമുക്ക് പൈസയൊന്നും വന്നിട്ടില്ല. വരും എന്ന് പറയുന്നുണ്ട്. ഇതുവരെയും കിട്ടിയിട്ടില്ല. നമുക്കൊരു 70,000 രൂപയോളം മുടക്കായി ആദ്യ തറയുടെ ഇത് ചെയ്യുന്നതിനായിട്ട്. ഇപ്പൊ എത്ര നാളായി വീട് പണി തുടങ്ങിയിട്ട്? വീട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസത്തോളമായി. 2 മാസത്തോളമായി. തറ ഇപ്പൊ എന്തുവരെ തറ കെട്ടിന്നല്ലേ പറഞ്ഞു? 48,000. നമുക്ക് ഭിത്തികെട്ട് തീരാറായി. 48,000 രൂപയ്ക്ക്? 48,000 രൂപയ്ക്കല്ല. നമ്മുടെ കയ്യിലെ കാശ് മുടക്കി നമ്മള് ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നതൊക്കെ കൊണ്ട് പണയം വെച്ചും പിന്നെ ആൾക്കാരോട് വായ്പ മേടിച്ചുമാണ് അത്രയും ചെയ്തത്. അപ്പം തന്ന പൈസക്ക് എവിടം വരെ ചെയ്യാനാ പറഞ്ഞത്? 48,000 രൂപയ്ക്ക് തറ ചെയ്യാനാ അവര് പറയുന്നത്. പക്ഷെ അവര് പറയുന്ന രീതി ചെയ്താൽ പോരല്ലോ. നമുക്ക് വേറെ ഒത്തിരി പണികളുണ്ടായിരുന്നു. അവിടെ മാടൊക്കെ ഇടിച്ച് ലെവലാക്കി അവിടെ കല്ല് കെട്ടി പൊക്കണായിരുന്നു. അത്രയൊക്കെ ചെയ്തു വന്നപ്പോ നമുക്ക് ഒത്തിരി പൈസയായി. 70,000 രൂപയുടെ മേളിലായി. അപ്പൊ ഇതുപോലെ വീട് പൊളിച്ചിട്ട് കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്, കുറെ മനുഷ്യരുണ്ട്. ഈ കരിമന്നം പഞ്ചായത്തിലുണ്ട് കുറെ ആൾക്കാരുണ്ട്. ഫാമിലി ആയിട്ടുള്ളവരും ഉണ്ട്, വിധവകളായിട്ടുള്ളവരുണ്ട്, അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ PMAY, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാ പറയുന്നത്. അതാണ് PMAY. ഓക്കെ. അപ്പൊ ആന്റി ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം 16 വർഷം കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ഈ വീട്ടിന് അപേക്ഷ സ്വീകരിച്ചെന്നാ? അപേക്ഷ സ്വീകരിച്ചിട്ട് ഇപ്പൊ ഒരു 3 മാസമായുള്ളൂ. ആയിട്ടുണ്ട്. നടക്കും. വീട് പണി നടക്കും. അത് ഇനിയിപ്പോ നമ്മൾ പൊളിച്ചു പോലെ നമ്മൾ വാടകയ്ക്ക് ഈ 3,000 രൂപ വാടക കൊടുത്താ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 3,000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, വായ്പ എടുത്ത് വീടും പണിയുന്നുണ്ട്. പണിയുന്നുണ്ട്. അയ്യോ, എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും വലിയ ഉപകാരം.